ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ സന്തോഷത്തിൻ്റെ ഒരു സമയത്താണ് നമ്മളായിരിക്കുക. ഇതാ ക്രിസ്മസ് രാവിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ലോകം മുഴുവൻ ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമയമാണ്. കാരണം സന്തോഷ കാരണമായ കർത്താവ്, രക്ഷകനായ ദൈവം പിറന്നതിൻ്റെ ഓർമ്മ കൊണ്ടാടുവാണ്. അങ്ങനെയെങ്കിൽ ഇതാ ദൈവത്തിൻ്റെ വചനം പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ വചനപ്രകാരം നമ്മോട് പറയുന്നു: മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിൻ്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു, സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിനോടൊത്ത് ദൈവവചനത്തോട് ചേർന്ന് ഇന്നേ ദിവസത്തെ ഈ ക്രിസ്തുമസിനെ സ്വീകരിക്കുവാൻ, ആഘോഷമാക്കി മാറ്റുവാൻ നമുക്ക് കർത്താവ് അനുഗ്രഹം തന്നതിനെയോ നന്ദി പറഞ്ഞുകൊണ്ട് ഗാനത്തോട് ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആഹ്ലാദത്തോടെ പാടി, കരങ്ങളടിച്ചു പാടി, ഹൃദയത്തിൽ ആനന്ദിച്ച്, ഹൃദയം കൊണ്ട് തുള്ളിക്കളിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ചേർന്ന് പാടി ഈശോയെ മഹത്വപ്പെടുത്തുന്നു. താളത്തോട് ചേർന്ന് കരങ്ങളടിക്കാൻ പറ്റുന്നവരൊക്കെ കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടും. നമുക്ക് നമ്മുടെ ഭവനത്തിലായിരുന്നുകൊണ്ട്, നമുക്ക് നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തായിരുന്നുകൊണ്ട് ഈശോയെ ഒരൊറ്റ സമൂഹമായിട്ട് സ്തുതിക്കാം, ആരാധിക്കാം. ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാ ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ. പാടിക്കേ. ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാം ഉന്നതനീശനെ ആനന്ദത്തോടെ ഒന്നുകൂടെ ചേർന്ന് പാടി. ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ഈശോയെ ദൈവമേ, ശക്തി സങ്കേതമാ ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാം ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ. ഇരു കരങ്ങളൊന്ന് ഉയർത്തിക്കേ. ദൈവസന്നിധിയിലെ കരങ്ങൾ ഉയർത്തി ഏറ്റുപറഞ്ഞ് കർത്താവിനെ സ്തുതിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, സർവശക്തനായ ദൈവമേ, അപ്പനെ പോലെ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കണ്ണുനീരൊപ്പാനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നവനെ, ഞങ്ങൾക്ക് പകരം കുരിശിൽ മരിച്ച് ഞങ്ങളുടെ പാപഭാരങ്ങളും തകർച്ചകളും എടുത്തു മാറ്റിയവനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആനന്ദത്തോടെ സ്തുതിച്ച്, സ്വതന്ത്രമായിട്ട് സ്തുതിച്ച്, എല്ലാവരും യേശുനാമത്തെ സ്തുതിച്ച് ആരാധിച്ച്, യേശുവേ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. യേശുവേ നന്ദി എന്ന് പറയട്ടെ. യേശുവേ ആരാധന എന്ന് പറയട്ടെ. നമുക്ക് രക്ഷ നൽകിയ കർത്താവ്, നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച കർത്താവ്, തന്റെ മുറിവുകളിലൂടെയും തിരുരക്തത്തിലൂടെയും നമ്മെ രക്ഷിച്ചവൻ. സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ, ഈശോയെ സ്തുതിക്കട്ടെ, യേശുനാമത്തെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വചനപ്രകാരം പറയുന്നു: അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദ അമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. നോക്കിക്കേ, ദൈവത്തിന്റെ വചനം പറയുവാണ്, വചനം കണ്ടെത്തിയപ്പോൾ അത് ഹൃദയത്തിന് ആനന്ദമായി, അമൃതമായിട്ട് മാറി. പ്രിയപ്പെട്ടവർ, ഇന്നേ ദിവസം ദൈവവചനം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ ദൈവം ധാരാളം വഴിയൊരുക്കിയതിനെ ഓർത്ത് വചനമായി ഈശോ നമ്മുടെ ഇടയിൽ വന്ന് പറക്കുകയും വചനത്തിലൂടെയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഗാനത്തോട് ചേർന്ന് പാടി ആരാധിക്കാം. കരങ്ങളടിച്ച് സന്തോഷത്തോടെ പാടി.
തപ്പുകൾ കൊട്ടുവിൻ കിന്നര വീണകൾ ഇമ്പമായി മീട്ടിടുവിൻ. പാടിക്കേ, പാടി ആരാധിച്ചേ. തപ്പുകൾ കൊട്ടുവിൻ കിന്നര വീണകൾ ഇമ്പമായി സന്തോഷത്തോടെ പാടി, എന്റെ ഈശോയെ നിന്നെ ഞാൻ സ്തുതിക്കും. തപ്പുകൾ കൊട്ടുവിൻ കിന്നര വീണകൾ ഇമ്പമായി മീട്ടിടുവിൻ. ഈശോയെ, ഈശോയെ. തപ്പുകൾ കൊട്ടുവിൻ കിന്നര വീണകൾ ഇമ്പമായി മീട്ടിടുവിൻ. ആർത്തുഘോഷിക്കുവിൻ കാഹളം മുഴക്കുവിൻ ആമോദമോടെ വാഴ്ത്തുവിൻ. ഈശോയെ, ആർത്തുഘോഷിക്കുവിൻ കാഹളം മുഴക്കുവിൻ ആമോദമോടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാരാധിച്ച് പ്രാർത്ഥിക്കുന്നു. ചിത്തര സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. എല്ലാവരും ചേർന്ന് പാടി. ശക്തി സങ്കേതമാം ഉന്നതനീശ്വരെ പാടി പുകഴ്ത്തിടുവിൻ. ഈശോയെ, ദൈവമേ. ആഹ്ലാദ ചിത്തര സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാം ഉന്നതനീശ്വരെ പാടി കർത്താവ് തന്ന സകല നന്മകളെ മോർത്തൊന്ന് കരങ്ങൾ ഉയർത്തിക്കേ. സർവശക്തനായ ദൈവത്തെ സ്തുതിച്ചേ. എല്ലാ അധരങ്ങളും ദൈവത്തെ സ്തുതിക്കട്ടെ. എല്ലാ അധരങ്ങളും യേശുനാമം ഏറ്റുപറയട്ടെ. ദൈവത്തിന്റെ വാഗ്ദാന വചനം കർത്താവിന് നാമം ഏറ്റുപറയുന്ന, കർത്താവിന് നാമം വിളിച്ചപേക്ഷിക്കുന്ന, കർത്താവിന്റെ നാമത്തെ അധരങ്ങളിൽ മഹത്വമാക്കി മാറ്റുന്ന, ആരാധനയാക്കി മാറ്റുന്ന എല്ലാവർക്കും രക്ഷയുണ്ട്. വിശ്വാസത്തോടെ വിളിക്ക്. നീ ആയിരിക്കും നിന്റെ ഭവനത്തിലായിരുന്നോട് നീ യേശുവിനെ വിളിക്ക്. നിന്നെ അനുഗ്രഹിക്കാൻ, നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ, നീ ആയിരിക്കുന്ന ഇടത്തില് നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ സാധിക്കുന്ന കർത്താവിനെ സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ, നന്ദി പറയട്ടെ. അഭിഷേകത്തോടെ ഈശോയെ, 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 ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് ദൈവവചനം വീണ്ടും നമ്മോട് സംസാരിക്കുന്നു. സങ്കീർത്തന പുസ്തകം 135 സങ്കീർത്തനം 1 മുതൽ വാക്യങ്ങൾ. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ ദൈവത്തിന്റെ ഭവനാങ്കണത്തിൽ നിൽക്കുവിൻ, അവിടുത്തെ സ്തുതിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം ആവർത്തിച്ച് വിശ്വാസിയോട് ആവശ്യപ്പെടുന്ന കാര്യം മറ്റൊന്നുമല്ല, ദൈവത്തെ സ്തുതിക്കണം. വീണ്ടും ദൈവത്തെ സ്തുതിക്കണം. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം. സർവശക്തിയോടും കൂടെ ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെ സ്തുതിച്ച് ജീവിതം ദൈവാനുഗ്രഹത്തിൻ്റെതാക്കി മാറ്റണം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്ന് നിന്റെ ജീവിതത്തിൽ ദുഃഖമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, രോഗങ്ങളായിക്കോട്ടെ, എന്തൊക്കെ നിന്റെ ജീവിതത്തിലുണ്ടോ അതൊക്കെ എടുത്തു വെച്ച് കർത്താവിനെ സ്തുതിക്കും. നമുക്ക് നൽകപ്പെട്ട ഒത്തിരി അനുഗ്രഹം ഉണ്ടല്ലോ. ഈ അനുഗ്രഹങ്ങളെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് കർത്താവിനെ സ്തുതിക്ക്. ഗാനത്തോട് ചേർന്ന്, താളത്തോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്ക്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്ക്. കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിക്ക്. പറ്റുന്ന പോലെയൊക്കെ കർത്താവിനെ സ്തുതിക്ക്. നീ ആരാധനയാക്കി നിന്റെ ജീവിതത്തെ മാറ്റുന്നെങ്കിൽ നിന്നെ അനുഗ്രഹിക്കാൻ കർത്താവ് തയ്യാർ. ആരാധനയാക്കി ജീവിതത്തെ മാറ്റി എല്ലാവരും കർത്താവിനെ സ്തുതിക്കട്ടെ. ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടി ആരാധിക്കുന്നു. നാഥനെ വാഴ്ത്തുക, ഇസ്രായേലിന്നൊരു ചട്ടമാണോർത്തിടുവിൻ. ചെന്ന് പാടിക്കേ. നാഥനെ വാഴ്ത്തുക, ഇസ്രായേലിന്നൊരു ചട്ടമാണോർത്തിടുവിൻ. സ്തുതികളിൽ വാണിടും സർവശക്തനെ സദാ സ്തോത്രങ്ങളാൽ പുകഴ്ത്തുവിൻ. ഈശോയെ ദൈവമേ, സ്തുതികളിൽ വാണിടും സർവശക്തനെ സദാ സ്തോത്രങ്ങളാൽ പുകഴ്ത്തുവിൻ. ആവർത്തിച്ചു പാടി. സ്തുതികളിൽ വാണിടും സർവശക്തനെ സദാ സ്തോത്രങ്ങളാൽ പുകഴ്ത്തുവിൻ. സ്തുതികളിൽ വാണിടും സർവശക്തനെ സദാ സ്തോത്രങ്ങളാൽ പുകഴ്ത്തുവിൻ. ചെന്ന് പാടി. ആഹ്ലാദ ചിത്തരാൽ സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ഈശോയെ ദൈവമേ, ശക്തി സങ്കേതമാം
ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തി. ആവർത്തിച്ച് പാടിക്കേ, എല്ലാവരും സ്തുതിച്ച് പാടിക്കേ. ചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാ ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങിൽ ഞാൻ, അങ്ങയുടെ വചനത്തിൽ ഞാൻ ആനന്ദിക്കുന്നു. കർത്താവേ, അങ്ങയെ സ്തുതിക്കുന്നത് എനിക്ക് സന്തോഷകരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കർത്താവേ, എന്റെ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും വിട്ടുപോയ നിമിഷങ്ങളെ ഓർത്ത്, ദിവസങ്ങളെ ഓർത്ത് മാപ്പ് ചോദിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കർത്താവേ, വരുന്ന മണിക്കൂറുകൾ, വരുന്ന ദിവസങ്ങൾ, വർഷങ്ങൾ, എന്റെ ആയുസ് മുഴുവനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സമയങ്ങളാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, എന്നിൽ വാഴണമേ. ഈശോയേ, എന്റെ ഭവനത്തിൽ വാഴണമേ. ഈശോയേ, എന്നെ, എന്റെ ഭവനത്തെ അങ്ങയുടെ സ്വന്തമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം എന്നിൽ നിന്ന്, എന്റെ ഭവനത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മന്നോഷ്ണത മാറിപ്പോകട്ടെ. വിശ്വാസരാഹിത്യം മാറിപ്പോകട്ടെ. വിശ്വാസ തീഷ്ണത ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിക്കേ, ഏറ്റുചൊല്ലിക്കേ. കർത്താവേ, അശുദ്ധി, അന്ധകാരം മാറട്ടെ. സ്വർഗീയ പ്രകാശം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉയർത്തിയ കരങ്ങൾ ശിരസ്സിന് മുകളിലേക്ക് വെച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങളുടെ വികാരങ്ങളിലേക്ക്, വിചാരങ്ങളിലേക്ക് സ്വർഗീയ ശക്തി ഇറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നാമത്തിൽ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ അന്ധകാര സ്വാധീനങ്ങളും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ശക്തി പ്രാപിക്കട്ടെ. ദൈവിക തീഷ്ണത ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കലഹപ്രവണതകൾ മാറിപ്പോകട്ടെ. സ്നേഹമുണ്ടാകട്ടെ. നിരാശ മാറട്ടെ. വിഷാദം മാറട്ടെ. സന്തോഷമുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന മനോഭാവങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിക്കേ. എല്ലാവരും ശക്തിയായി സ്തുതിച്ചുകൊണ്ട് കർത്താവിന്റെ അനുഗ്രഹം സ്വീകരിച്ചേ. എല്ലാ തരങ്ങളും സ്തുതിക്കട്ടെ. എല്ലാ കരങ്ങളും ഈ കൂട്ടായ്മയോട് ചേർന്ന് സ്വർഗ്ഗത്തിലേക്ക് ഉയരട്ടെ. എല്ലാ നാവുകളും യേശുവിനെ വിളിക്കട്ടെ. കർത്താവായ യേശുവിനെ വിളിച്ച് സ്തുതിക്കട്ടെ.
യേശുവേ യേശുവേ ആരാധന യേശുവേ. ഉയരട്ടെ. ആരാധന എല്ലാവരും ആരാധന ആരാധന. വാ തുറന്ന് സ്വരം ഉയർത്തി ഹല്ലേലൂയ സ്തുതിക്കുക. ഹല്ലേലൂയ നീ ഹല്ലേലൂയ. എവിടെയായിരിക്കുന്നോ യേശുവേ അവിടെ നന്ദി. ആയിരുന്നുകൊണ്ട് ആരാധന കർത്താവിനെ ആരാധന സ്തുതിക്കുക. ആരാധന. ഓർക്കുക, യേശുവേ നിന്റെ നന്ദി. ആരാധനയും യേശുവേ നിന്റെ നന്ദി. നിലവിളിയും കേൾക്കാൻ കഴിയുന്ന ഒരു ദൈവാധനക്കുള്ളത്. നീ എവിടെ നിലവിളിച്ചാലും ഹല്ലേലൂയ, എവിടെ നിന്ന് വിളിച്ചപേക്ഷിച്ചാലും ഹല്ലേലൂയ. അവിടെ ആയിരുന്നു കൊണ്ട് നിന്നെ അനുഗ്രഹിക്കാൻ ആരാധന, കർത്താവിന് സാധിക്കും. ആരാധന. കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ആരാധന, കർത്താവിന്റെ നിലവിളിക്ക് മുമ്പിൽ ആരാധന, അവിടുത്തെ ആരാധന. അനുഗ്രഹത്തിന്റെ കരമുയർത്തുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കട്ടെ, ഹല്ലേലൂയ. യേശുവോടെ പ്രാർത്ഥിക്കട്ടെ, ഈശോയേ, ശക്തിയോടെ വിളിക്കട്ടെ, ഈശോയേ. കർത്താവിനെ വിളിക്കട്ടെ. ഈശോയെ, ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകലരെയും അങ്ങനെക്ക് നൽകിയ പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഈശോയെ, ഈശോയെ, അവിടുത്തെ കൃപയും അഭിഷേകവും ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരിലെയും കടന്നു വരട്ടെ. സകല കുടുംബങ്ങളിലേക്കും സ്വർഗീയ പ്രകാശം കടന്നു വരട്ടെ. അന്ധകാരം മാറട്ടെ. സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ഈശോയെ, പാപത്തിന്റെ പിശാചിന്റെ പദ്ധതികൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, നിർവീര്യമായി പോകട്ടെ. സ്വർഗീയ പദ്ധതി ഉണരട്ടെ. സ്വർഗത്തിലേക്ക് നോക്കാൻ, സ്വർഗീയ പദ്ധതിയിലേക്ക് നോക്കി മുന്നോട്ട് പോകുവാൻ സകലർക്കും സാധിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാം കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായിൽ പ്രിയ ദൈവജനമേ, ഇമ്മാനുവൽ ക്രിസ്തുവിൻ്റെ ജനനത്തിനായി ഒരുങ്ങുന്ന ഈ മനോഹരമായ ദിവസം നമ്മളെ തന്നെ യേശുവിൻ്റെ ജന്മത്തിരുനാളിൻ്റെ ആത്മീയ അനുഭൂതിയിലേക്ക് ചേർത്ത് പിടിക്കാം. ദൈവത്തിന് മനുഷ്യരോടുള്ള ഉള്ളടുപ്പത്തിൻ്റെ ഓർമ്മയുണർത്തിക്കൊണ്ടാണ് മറ്റൊരു പിറവിത്തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. സ്നേഹത്തിൻ്റെ ഇളം ചൂടേറ്റ് ലോകമുണർന്ന ഒരു രാത്രി. ദൈവം ഒരു കൈക്കുഞ്ഞായി നമ്മുടെ കരങ്ങളിൽ 1000 സൂര്യ തേജസ്സിനേക്കാൾ പ്രഭയുള്ള ദൈവം ഒരിളം വെയിൽ സ്നേഹം പോലെ, നിലാവ് പോലെ. സത്യത്തിൽ യേശുവിൻ്റെ പിറവിത്തിരുനാൾ ലോകത്തിന് ദൈവം നൽകുന്ന സ്നേഹകാവ്യമാണ്. ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് സ്വപുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ പിതാവായ ദൈവം തിരുമനസ്സായി എന്ന് വചനം പറയുമ്പോൾ പ്രതീക്ഷയറ്റവർക്ക്, ജീവിതം ഇരുളടഞ്ഞു പോയവർക്ക്, ജീവിതത്തിൽ പ്രത്യാശയില്ലാതെ പോകുന്നവർക്ക് കർത്താവ് ഒരുക്കുന്ന സ്നേഹത്തിൻ്റെ വിരുന്നാണ് ക്രിസ്മസ്. ലൂക്കായുടെ സുവിശേഷം പറഞ്ഞു വെക്കുന്നുണ്ട്, ദൈവപുത്രന് പിറക്കുവാൻ ഒരിടമില്ലാതെ പോയി. ആരുടെയൊക്കെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒരിടമുണ്ടാകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? ചില സൗഹൃദങ്ങളുടെ ചില്ലുകൊട്ടാരങ്ങളിൽ, ചില മനസ്സുകളുടെ ശിഖരങ്ങളിൽ, ചില കുടുംബ കൂട്ടായ്മകളിൽ ഒരല്പം സ്പേസ് ഇല്ലാതെ പോകുക, ഇടമില്ലാതെ പോകുക എന്ന് പറയുന്നത് അങ്ങേറ്റം സങ്കടമുള്ളൊരു കാര്യം തന്നെയാണ്. ക്രിസ്തുവിന് അങ്ങനെ ഒരു ഇടം ലഭിച്ചില്ല എന്നുള്ളതാണ് വചനം സാക്ഷ്യപ്പെടുത്തുക. എന്നിട്ടും അവൻ ലോകത്തെ സ്നേഹിച്ചു. എന്നിട്ടും അവൻ ലോകത്തിന് വേണ്ടി ജീവിച്ചു. എമ്മാനുവൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോടുകൂടെ എന്നതിനേക്കാൾ ഉപരി ഒറ്റപ്പെട്ടു പോയവൻ്റെ ദൈവമെന്ന. ജീവിതത്തിൽ തിരസ്കരിക്കപ്പെട്ടവർക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ജീവിതത്തിൽ പല വിധത്തിലും എല്ലാവരാലും തള്ളിപ്പറഞ്ഞവർക്ക് ദൈവം കൂട്ടായി വരുന്നു. സ്വർഗം വിട്ട് അവൻ ഭൂമിയെ ചുംബിക്കാനൊരുങ്ങുന്നു. അത്തരമൊരു ക്രിസ്മസ് നാളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. ഒരു കൊച്ചു പെൺകുട്ടിയുടെ കയ്യിൽ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു നൽകുമ്പോൾ
എത്ര മനോഹരമായിട്ടാണ് ആ ചിത്രം ലൂക്കാ സുവിശേഷം പറഞ്ഞു വെക്കുക. ആദ്യത്തെ സക്രാരിയായിട്ട് പരിശുദ്ധ കന്യാമറിയം മാറുമ്പോൾ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് തുടരെ തുടരെ പറഞ്ഞു വെക്കുന്നതാണ് ക്രിസ്മസ്. യേശുവിൻ്റെ ജനനം സ്നേഹത്തിൻ്റെ ചന്ദനലേപനം കൊണ്ട് മനുഷ്യഹൃദയങ്ങളെ തണുപ്പിക്കുന്നതിൻ്റെ ഓർമ്മയാണ്. രക്ഷയുടെ നേരുകൊണ്ട് മനുഷ്യജന്മങ്ങളെ സംഗീതമാക്കുന്നതിൻ്റെ അനുഭവമാണ്. അത്തരമൊരു അനുഭവത്തിലേക്കാണ് ഓരോ പിറവിത്തിരുന്നാളും നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുക. ഇതൊരാഘോഷമല്ല, ഇതൊരാർഭാടമല്ല. നിനക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഈ ഒരു അർത്ഥത്തിൽ ക്രിസ്തുമസിനെ പുൽകാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ ഒരു പുൽക്കൂടായി മാറുകയും അവിടെ യേശുക്രിസ്തു ജാതനാവുകയും ചെയ്യുക. ഈ പിറവിത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന രണ്ട് ചിന്തകൾ ഇപ്രകാരമാണ്: ക്രിസ്തുവിനെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കണോ, ജീവിതത്തിൻ്റെ ഭാഗമാക്കണോ? ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. ബെനഡിക്ട് 16 മാർപ്പാപ്പ എഴുതിയ സുന്ദരമായ ഒരു പുസ്തകമാണ് ജീസസ് ഓഫ് നസറത്ത്. 2 വോളിയങ്ങളുള്ള ആ പുസ്തകം യേശുവിൻ്റെ 2 മേഖലകളിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ 2 ജീവിതങ്ങളെയാണ് പ്രതിപാദിക്കുക. ഒന്നാമത്തെ പുസ്തകത്തിൽ ഹിസ്റ്റോറിക്കൽ ജീസസ്, ചരിത്രപരമായിട്ട് യേശുക്രിസ്തുവിനെ കണ്ടെത്തുകയാണ്. രണ്ടാമത്തെ പുസ്തകം ജീസസ് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ തലത്തിലൂടെ രക്ഷകനായ ക്രിസ്തുവിനെ കണ്ടെത്തുകയാണ്. അതിൽ ആദ്യ ഭാഗം വളരെ മനോഹരമായിട്ട് ബെനഡിക്ട് 16 പാപ്പ പറഞ്ഞു വെക്കുന്നുണ്ട്. ചരിത്രത്തിൻ്റെ താളുകളിൽ ക്രിസ്തുവിൻ്റെ ജനനം വളരെ വ്യക്തമായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നുണ്ട്, അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ നൂറ്റാണ്ടുകളിൽ ക്രിസ്തു ജനിച്ചുവെന്നും യേശുവിൻ്റെ ജനനസ്ഥലവും യേശു പരസ്യ ജീവിതം നടത്തിയ ഇടങ്ങളും യേശുവിൻ്റെ മരണസ്ഥലവും അല്ലെങ്കിൽ കുരിശിലേറ്റപ്പെട്ട ഇടവും യേശുവിൻ്റെ കല്ലറയുമൊക്കെ നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് ചരിത്രപരമായിട്ട് നമുക്ക് അടയാളപ്പെടുത്താവുന്ന ഇടമാണ്. അങ്ങനെ ചരിത്രപരമായിട്ടുള്ളൊരു ക്രിസ്തുവിനെയാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ ക്രിസ്മസ് എല്ലാ വർഷവും പറയാനുള്ള സുന്ദരമായൊരു കഥ മാത്രമാകും. എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. അതെല്ലാ വർഷവും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള സത്യങ്ങളെക്കുറിച്ച് നമ്മൾ അവലോകനം ചെയ്തുകൊണ്ടിരിക്കും. ഈ ക്രിസ്മസിൽ യേശുവിനെ ചരിത്രപരമായിട്ട് കണ്ടെത്തുവാനുള്ള കാലമായിട്ടാണോ നമ്മൾ കണക്കാക്കുക? രണ്ടാമത്തെ ചിന്ത ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണോ എന്നുള്ളതാണ്. ക്രൈസ്റ്റ് ഈസ് ജസ്റ്റ് എ സ്റ്റോറി ഓർ ക്രൈസ്റ്റ് ഈസ് അവർ ലൈഫ്. എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണമെങ്കിൽ ക്രിസ്മസ് എനിക്ക് എന്താണ് എന്ന് തിരിച്ചറിയണം. സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും യേശുവിൻ്റെ ജനനം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ യേശുവിൻ്റെ ജനത്തോട് ചുറ്റിപ്പറ്റി നിരുന്ന ആളുകൾക്കുണ്ടായ വിവിധ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് പല വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. എല്ലാവർക്കും സ്വീകാര്യനായിരുന്നില്ല യേശു. എല്ലാവരും ഉള്ളു തുറന്ന് യേശുവിൻ്റെ ജനനം സ്വീകരിച്ചിട്ടുമില്ല. സുവിശേഷ താളുകളിൽ നമുക്ക് നോക്കാം യേശുവിൻ്റെ ജനനം പല വ്യക്തികളിലുണ്ടാക്കിയ മാറ്റങ്ങൾ. ആദ്യമായിട്ട് സത്ര ഉടമയാണ്. മരം കോച്ചുന്ന തണുപ്പുള്ള രാത്രിയിൽ നിറവയറുമായിട്ട് പരിശുദ്ധ മാതാവും ഔസേപ്പിതാവും സത്രമുടമയുടെ വാതിൽക്കൽ വന്ന് മുട്ടുമ്പോൾ സത്ര ഉടമ വിചാരിച്ചത് ഇപ്രകാരമാണ്: എങ്ങനെയെങ്കിലും ഇവരെ ഒഴിവാക്കണം, എങ്ങനെയെങ്കിലും ഇവരെ ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കാനുള്ള ഒരു അതിഥിയായിരുന്നു സത്ര ഉടമയ്ക്ക് യേശുക്രിസ്തു. കൊട്ടിയടക്കപ്പെടുന്നുണ്ട് വാതിലുകൾ. അങ്ങനെ കൊട്ടി അടക്കപ്പെട്ട ജീവിതവുമായിട്ട് മുന്നേറുന്ന ഒത്തിരി ആളുകളുണ്ട്. അവർക്ക് യേശുവിൻ്റെ ജനനം ഒരിക്കലും രക്ഷയുടെ അടയാളമാകുന്നില്ലല്ലോ. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ
പലവരും പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മളെ സമീപിക്കുമ്പോൾ എങ്ങനെയെങ്കിലും അവരെ ഒഴിവാക്കണമെന്നാണോ എൻ്റെ ചിന്ത? എൻ്റെ കുടുംബത്തിലുള്ളവർ എൻ്റെ സാന്നിധ്യവും എൻ്റെ സ്നേഹവും ആഗ്രഹിക്കുമ്പോൾ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നാണോ എൻ്റെ ചിന്ത? മറ്റുള്ളവർക്ക് എനിക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ പോലും ഉണ്ടായിട്ടും ആ നന്മകൾ ചെയ്യാതെ അവർക്കെതിരെ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു മനോഭാവമാണ് എൻ്റേത്. അങ്ങനെയെങ്കിൽ ക്രിസ്മസ് എനിക്കൊരിക്കലും രക്ഷയുടെ അടയാളമെന്ന് അല്ല എന്നോർക്കുക. രണ്ടാമത്തെ കൂട്ടർ നമ്മൾ കാണുന്നത് മാലാഖമാരാണ്. ദൈവത്തിൻ്റെ ദൂത് വിളംബരം ചെയ്യുന്നവർ. യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളിലും ദൈവദൂതന്മാരുടെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. സക്രയ്ക്ക് ലഭിക്കുന്ന വെളിപാട്, ഔസേപ്പിതാവിന് ലഭിക്കുന്ന വെളിപാട്, പരിശുദ്ധ മാതാവിന് നമ്മൾ ലഭിക്കുന്ന വെളിപാട്, യേശുവിൻ്റെ ജനനസമയത്ത് മാലാഖമാരുടെ സാന്നിധ്യം, ഇവരൊക്കെ വിളിച്ചു പറയുന്നത് അനുദിനം ദൈവത്തിൻ്റെ സ്മരണ ഉണർത്തണമെന്ന് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് നാളിൽ ആരെങ്കിലും ഒരാളെയെങ്കിലും ദൈവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതെൻ്റെ കുടുംബജീവിതത്തിലുള്ളവരാവാം, എൻ്റെ അയൽപക്കങ്ങളിലാവാം, എൻ്റെ സൗഹൃദങ്ങളിലാവാം. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ദൈവത്തിൻ്റെ സ്മരണ കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? അതോ ഇതൊരു ആഘോഷവും ആർഭാടവുമാക്കി, ഇതൊരു ഉത്സവ പ്രതീതിയോടെ ആഘോഷിച്ച് ആർത്തുല്ലസിക്കുകയാണോ നമ്മൾ ചെയ്യുക? മാലാഖമാർ നമ്മളോട് അനുദിനം നമ്മളെ സ്വാധീനിക്കുന്നതും മാലാഖമാരുടെ ജീവിതം നമുക്ക് നൽകുന്ന സാക്ഷ്യവും ഇത് തന്നെയാണ്. ദൈവത്തെ ഓർമ്മപ്പെടുത്തുന്ന മനുഷ്യജന്മങ്ങളാണ് നമ്മളൊക്കെ. മൂന്നാമത്തെ കൂട്ടർ സ്നാപയോഹന്നാൻ്റെ മാതാപിതാക്കളായ സക്രയും എലിസബത്തുമാണ്. പ്രതീക്ഷകളൊക്കെ വറ്റി വരേണ്ട ഒരു സമയം. വാർദ്ധക്യത്തിലാണ്, കുഞ്ഞുങ്ങളില്ല, ചുറ്റുമുള്ളവരുടെ കളിയാക്കലുകളുണ്ട്, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ദുരിതത്തിലൂടെ കടന്നു പോകുന്ന ഒരപ്പനും അമ്മയും. എങ്കിലും അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. ദൈവത്തോട് പരാതിയില്ല, പരിഭവമില്ല, സങ്കടമില്ല. വചനം പറയുന്നു, ദൈവത്തിൻ്റെ ദൂതൻ സക്രയ്ക്ക് വെളിപാട് നൽകുമ്പോൾ അവൻ ദൈവത്തിൻ്റെ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുകയായിരുന്നു. അൾത്താരയോട് ചേർന്ന ഒരു ജീവിതം നയിച്ച പുരോഹിതൻ. നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു പ്രയാസങ്ങൾക്ക് നടുവിൽ പതറി നിൽക്കുമ്പോൾ, സ്വപ്നങ്ങൾക്ക് മേൽ ജീവിതം ഇരുണ്ടു പോകുമ്പോൾ നമ്മൾ പലപ്പോഴും അൾത്താരയിൽ നിന്ന് അകന്നു പോകുകയാണ് ചെയ്യുക. വിശ്വാസം പോലും ക്ഷയിച്ച് നിരാശയിൽ ആണ്ടുപോകുകയാണ് പലപ്പോഴും നമ്മൾ ചെയ്യുക. സക്രിയും എലിസബത്ത് നൽകുന്ന വലിയൊരു പ്രത്യാശയാണ് ഈ ക്രിസ്മസ് നാളുകളിൽ നമുക്ക് ആശ്വാസമായിട്ട് മാറേണ്ടത്. അവർ ദൈവത്തോട് ചേർന്ന് നിന്നു, അൾത്താരയോട് ചേർന്ന് നിന്നു. അവസാനം അവർക്ക് രക്ഷയുടെ അടയാളം തന്നെ നൽകപ്പെടുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് യേശുവിൻ്റെ ജനനത്തിന് മുമ്പായിട്ട് തന്നെ സക്രിയയ്ക്കാണ് ആദ്യത്തെ വെളിപാടുണ്ടാകുക. അവർക്കാണ് ആദ്യത്തെ കുഞ്ഞ് ലഭിക്കുമെന്നുള്ള മാലാഖമാരുടെ വിളംബരമുണ്ടാകുക. എലിസബത്ത് മറിയത്തെ കർത്താവിൻ്റെ അമ്മയെന്നാണ് അഭിസംബോധന ചെയ്യുക. പിന്നീട് നമ്മൾ കാണുന്നത് മനോഹരമായ സ്വസ്ത്രഗീതമല്ലേ? ബൈബിളിലെ ഏറ്റവും സുന്ദരമായ ആനന്ദഗീതം ആലപിക്കുന്നത് സക്രിയയും എലിസബത്തുമാണ്. ഇരുൾ മൂടിയ ഒരു ജീവിത അന്തരീക്ഷത്തിൽ, ആരോരുമില്ലാതെ പോകുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിൽ ദൈവം ഇടപെടുമ്പോൾ അവിടെ സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ സ്വസ്ത്രഗീതം ഉയരുന്നുണ്ട്. കർത്താവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് നമ്മൾ മൂന്നാമതായത് കണ്ടുമുട്ടുന്ന ആളുകൾ അട്ടിടയന്മാരാണ്. എത്ര സുന്ദരമാണ് അവരുടെ ജീവിതം. മാലാഖമാരുടെ സന്ദേശം അട്ടിടയന്മാർക്ക് ലഭിക്കുമ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് അവർ പറയുന്നുണ്ട്. അവർ പോയി
പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ യേശുവിനെ കാണുകയും കുമ്പിട്ട് ആരാധിക്കുകയും ആ ആരാധിച്ച ക്രിസ്തുവിനെ ലോകത്തിന് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് സുവിശേഷ പ്രഘോഷണം. അവർ കണ്ട, അവർ മനസ്സിലാക്കിയ ക്രിസ്തുവിനെ ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ ആട്ടിടയന്മാർ കാണിക്കുന്ന ആ തിരക്ക് തന്നെയാണ് അവരുടെ ജീവിതത്തെ മനോഹരമാക്കുന്നത്. എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷിക്കുന്നവരല്ലേ നമ്മൾ. എന്നിട്ടും എത്ര പേർക്ക് ഞാനൊരു പ്രഘോഷകനായിട്ട് മാറുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുന്നവനായി മാറുന്നുണ്ട്. എൻ്റെ രക്ഷകൻ ജനിച്ചുവെന്ന് ലോകത്തിൻ്റെ മുൻപിൽ ഒച്ചത്തിൽ വിളിച്ചു പറയാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? അട്ടിടയന്മാർ എളിമയുടെ പാഠമാണ് നമുക്ക് നൽകുക. ജീവിതത്തിൽ ഏറ്റവും നിസ്സഹായതയുടെ മടിത്തട്ടിൽ നിൽക്കുമ്പോൾ പോലും അവർ ദൈവത്തിൽ ആശ്രയിച്ചു എന്നതാണ് അട്ടിടയന്മാർ നൽകുന്ന അടയാളം. ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അടുത്ത് കണ്ടുമുട്ടുന്ന വ്യക്തി ഹെറോദോസ് ആണ്. നമുക്കറിയാം, മറ്റെല്ലാവരും സന്തോഷിക്കുമ്പോഴും ആ രാജാവിന് സന്തോഷിക്കാൻ കഴിയുന്നില്ല. സമ്പത്ത് ഇല്ലായിരുന്നിട്ടല്ല, ജീവിതത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല, അതെല്ലാം ഉണ്ടായിട്ടും യേശുവിൻ്റെ ജനനം അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി മാറ്റുന്നുണ്ട്. തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം യേശു എവിടെയാണ് ജനിച്ചതെന്നും എവിടെയാണ് അവൻ പാർക്കുന്നതെന്നും അറിയാനുള്ള ഒരു വിഫല ശ്രമം ഹെറോദേസ് നടത്തുന്നുണ്ട്. എന്നിട്ടും അത് നടക്കാതെ പോകുമ്പോൾ കുരുന്നുകളെ കൊന്നുകളഞ്ഞ് തൻ്റെ ദേഷ്യം മുഴുവൻ അദ്ദേഹം തീർക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ക്രിസ്തു നമുക്ക് അസ്വസ്ഥത നൽകുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ യേശുവിനെ കൂട്ടുപിടിച്ചാൽ എൻ്റെ ജീവിതത്തിലെ കുറേ മറ്റു കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തണമെന്ന ചിന്ത നമുക്ക് ഒത്തിരി അസ്വസ്ഥതകൾ ഉണ്ടാക്കും. സ്ഥിരം മദ്യപിക്കുന്ന ഒരാൾ, അദ്ദേഹം യേശുവിൻ്റെ വഴിയിൽ നടന്നാൽ ഇനി മദ്യപാനം ഉപേക്ഷിക്കണമല്ലോ എന്ന ചിന്ത. ചില കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയവർ, ചില ദുശ്ശീലങ്ങളിൽ പെട്ടുപോയവർ, ചില തെറ്റായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്നവർ, ഇവരൊക്കെ ക്രിസ്തുവിനെ പലപ്പോഴും മാറ്റിവെച്ചിരിക്കുകയാണ്. അവൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ, അവൻ എൻ്റെ കുടുംബത്തിലേക്ക് വന്നാൽ എൻ്റെ ഇന്നത്തെ ഈ സന്തോഷം കെടുത്തിക്കളയോ അല്ലെങ്കിൽ കെട്ടുപോകുമോ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട്. അത്തരക്കാർ ഹെറോദേസിൻ്റെ മനോഭാവമുള്ളവരാണ്. അവർക്ക് ക്രിസ്മസ് ആനന്ദമാകില്ല, അനുഭവമാകില്ല. രക്ഷകൻ്റെ ജനനം അവരെ സംബന്ധിച്ചോളം ഒരുപാട് ആഘോഷത്തിൻ്റെ മാത്രമായി ഒതുക്കിക്കളഞ്ഞ് ക്രിസ്തുവിനെ പുൽത്തൊട്ടിൽ കിടത്താൻ മാത്രം ആഗ്രഹിക്കുന്നവരാണ് ഇത്തരം ആളുകൾ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന അടുത്ത കൂട്ടർ ജ്ഞാനികളാണ്. രാജകൊട്ടാരത്തിൽ ദൈവപുത്രൻ ജനിക്കുമെന്ന് പണ്ടേ മുതൽ യഹൂദ ജനം വിശ്വസിച്ചു പോന്നിരുന്നു. അങ്ങനെ ഒരു രാജാവിൻ്റെ അകമ്പടിയോടെ ജനിക്കുന്ന ഒരു ദൈവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ജ്ഞാനികളും ഒരു വേള ആ ഒരു വഴിയെയാണ് പിന്തുടരുന്നത്. അതുകൊണ്ടാണല്ലോ അവർ കൊട്ടാരത്തിലേക്കാണ് ആദ്യം എത്തുന്നത്. പക്ഷേ കൊട്ടാരത്തിലല്ല, കാലിത്തൊഴുത്തിലാണ് ക്രിസ്തു ജനിക്കണമെന്ന് മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയതിലൂടെ ആ കൊട്ടാരം വിട്ടുപേക്ഷിച്ച് കാലിത്തൊഴുത്തിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് ജ്ഞാനികൾ യഥാർത്ഥ ജ്ഞാനികളായിട്ട് മാറുക. രാജകൊട്ടാരം പോലെയുള്ള നമ്മുടെ പ്രതീക്ഷകളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാന്നേ. ഒരുപാട് സ്വരുക്കൂട്ടി വെച്ച് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഇല്ലാതായി പോകുമ്പോഴും യേശുവിലേക്ക് വന്നണയാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടോ? ഈ ക്രിസ്മസ് രാവിലെ നമ്മൾക്ക് ചുറ്റുമുള്ളതൊക്കെ അത്ര സുന്ദരമല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും എൻ്റെ ദൈവം എനിക്കായിട്ട് ജനിച്ചുവെന്നും ആ ജനിച്ച ദൈവത്തെ ഞാൻ ആരാധിക്കേണ്ടതാണെന്നും ആ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്നുള്ള ഓർമ്മയിൽ ദൈവത്തെ ആരാധിക്കുവാനും കണ്ടുവണങ്ങുവാനും എനിക്ക് കഴിയുന്നുണ്ടോ? അവർ ദൈവത്തിന്, ദൈവപുത്രന് സമ്മാനങ്ങൾ നൽകിയെന്നാണ് പറയുക. ജീവിതം കൊണ്ട് ദൈവത്തിന് കൊടുക്കാവുന്ന സമ്മാനം എന്താണ്? അവനോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്.
അവനോടൊപ്പമായിരിക്കൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്മാനം. ദൈവം ലോകത്തിന് നൽകിയ ഏറ്റവും സുന്ദരമായ സമ്മാനവും അതുതന്നെയല്ലേ, മനുഷ്യ മക്കളോട് കൂടെ ആയിരിക്കുക. അതിനുവേണ്ടിയാണ് അവൻ സ്വർഗം വിട്ട് ഭൂമിയെ പുൽകിയത്. ആ മനുഷ്യ മക്കളോട് കൂടെ ആയിരിക്കുവാനുള്ള ആ ഒരു ത്വര നമുക്ക് ദൈവത്തോട് കൂടെ ആയിരിക്കുവാൻ ഉണ്ടോ? പലപ്പോഴും നമ്മൾ ഒത്തിരി കാര്യങ്ങളിൽ വ്യാകുലതരാണ്, വ്യഗ്രതയിലാണ്, തിടുക്കത്തിലാണ്, ഓട്ടത്തിലാണ്. ഈശോയോട് കൂടെ അല്പം നേരം നിൽക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മളതുകൊണ്ട് പുറമേ നക്ഷത്രങ്ങൾ തൂക്കുകയും പുറമേ പുൽക്കൂടുകൾ ഒരുക്കുകയും പുറമേ ആർഭാടമായ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും പല സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടും ക്രിസ്മസ് ഫലവത്തായി മാറിയെന്ന് ചിന്തിക്കുകയാണ്. യഥാർത്ഥ സമ്മാനം എൻ്റെ സാന്നിധ്യമാണ്. ഫിലാഡൽഫിയയിലെ ഒരു കൊച്ചു പള്ളി, ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ പേരിലാണ് ആ പള്ളി അറിയപ്പെടുക. അവിടെ ഫാദർ റസ്സൽ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്, പുരാതനമായൊരു പള്ളിയാണ്, നമുക്ക് ഈ പള്ളി ഒന്ന് പുതുക്കി പണിയണം. നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ തരിക, നമുക്കിത് പുതുക്കി പണിയാം. എല്ലാ ഞായറാഴ്ചയും ദേവാലയത്തിൽ വരുന്ന വിശ്വാസികൾ ഇത് കേൾക്കുന്നുണ്ട്. അതിൽ ഹാറ്റി എന്ന് പറയുന്ന ഒരു 8 വയസ്സുകാരി പെൺകുട്ടി, ജന്മന ഒരുപാട് രോഗങ്ങളാൽ അസ്വസ്ഥപ്പെടുന്നവളാണ് അവൾ. പലപ്പോഴും അവൾക്ക് പള്ളിയിൽ അകത്ത് കയറാൻ പോലും സാധിക്കില്ല. കൊച്ചു പള്ളിയാണ്. പലപ്പോഴും മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ പള്ളിയുടെ അകത്ത് വീഴുമ്പോൾ ഇവൾക്ക് സങ്കടമാണ്. പലപ്പോഴും പള്ളിയുടെ പുറത്ത് നിന്നും വരാന്തയിൽ നിന്നുമൊക്കെയാണ് ഈ കൊച്ചുമോള് കുർബാനയിൽ പങ്കെടുക്കുക. അച്ഛൻ എല്ലാ ആഴ്ചയിലും ഇത് പറയുമ്പോൾ അവൾക്കൊരാഗ്രഹം, എന്നെക്കൊണ്ട് എന്തെങ്കിലും കഴിയുമെങ്കിൽ കൊടുക്കണമല്ലോ. പക്ഷെ അതിനുള്ളൊരു സാഹചര്യം അവളുടെ കുടുംബത്തിലില്ല. പക്ഷെ എങ്കിലും തന്നെക്കൊണ്ട് കഴിയുന്ന ഒരു കൊച്ചു സമ്പാദ്യം അവൾ വികാരിയച്ഛനെ ഏൽപ്പിക്കുന്നുണ്ട്. 57 സെൻറ്റ്, വളരെ തുച്ഛമായ തുകയാണ്. ആദ്യമായിട്ട് പള്ളിപ്പണിക്കായിട്ട് കിട്ടുന്ന പൈസയാണ്. ആ പൈസ കൊണ്ടാണ് അവർ ആ പള്ളിപ്പണി തുടങ്ങുന്നത്. ആ പള്ളിപ്പണി പൂർത്തിയാകുന്നതിന് മുമ്പ് അവൾ ഈ ലോകത്തുനിന്ന് വിടവാങ്ങുന്നുണ്ട്. കൊടുക്കുവാനുള്ള മനസ്സും പങ്കുവെക്കുവാനുള്ള ഒരു തുറന്ന ഹൃദയമുണ്ടെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമാകുമെന്നേ, ഈ ലോകം എത്ര അഴകുള്ളതായി മാറുമെന്നേ. ജ്ഞാനികൾ നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയാണ്. ഈ ക്രിസ്മസ് നാളിൽ ദൈവത്തെ കൊടുക്കാനായിട്ട് കഴിയുക, ദൈവത്തിനോട് കൂടെ ഇരിക്കാനായിട്ട് കഴിയുമ്പോഴാണ് അഴകുള്ള ഒരു ക്രിസ്മസ് നമുക്കുണ്ടാവുക. യേശുവിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് അവസാനം കണ്ടുമുട്ടുന്ന 2 പേരാണ് ഔസേപ്പും മറിയവും. ഒരുപാട് സ്വപ്നങ്ങളെ താലോലിച്ചു കൊണ്ട് ഉറങ്ങിക്കിടന്ന ഒരു രാത്രിയിൽ മറിയത്തിന് ഗബ്രിയേൽ ദൂതൻ്റെ വെളിപാട്, ഇന്നു മുതൽ നീ ദൈവത്തെ പേറുന്നവളായി മാറണം, പിതാവായ ദൈവത്തിൻ്റെ മകനെ ഈ ലോകത്തിന് കൊടുക്കുന്നവളായി മാറണം. അവൾക്ക് ആദ്യമൊന്നും മനസ്സിലായില്ലായിരുന്നു. അതുകൊണ്ട് അവൾ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ എഴുന്നള്ളി വരും, ജനിക്കാനിരിക്കുന്നവൻ മിശിഹ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൾ എസ് മൂളുകയായിരുന്നു. അവൾ അന്ന് ആ എസ് മൂളിയത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുക. ജീവിതത്തിലെ ചില നിർണായക നിമിഷങ്ങളിൽ ദൈവത്തിനോട് എസ് മൂളുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഔസേപ്പിതാവിനെ നോക്കുക. തൻ്റെ അല്ലാത്ത കുഞ്ഞിനെ പോലും തൻ്റെ കുഞ്ഞിനെ പോലെ സ്നേഹിച്ച് വളർത്തി വലുതാക്കിയ ഒരു പിതാവ്. ദുർഘട നിമിഷങ്ങളിൽ, ഒരുപക്ഷെ ജീവിതം പോലും അപകടമായി തീരുന്ന ഒരു നിമിഷങ്ങളിൽ ഈശോയെയും മറിയത്തെയും സംരക്ഷിച്ചുകൊണ്ട് ദൈവിക പദ്ധതിക്ക് പൂർണ്ണമായി വിട്ടുകൊടുത്ത ഒരപ്പൻ. അപ്പൻ്റെ ത്യാഗവും ആ അപ്പൻ്റെ വാത്സല്യമുള്ള സംരക്ഷണവുമാണ് ക്രിസ്മസിനെ ഇത്ര മനോഹരമാക്കി മാറ്റുക. ഔസേപ്പിതാവും മറിയവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് സ്വയം വിട്ടുകൊടുക്കുക എന്നത് തന്നെയല്ലേ. ഇപ്പം ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട പല വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടി, പലരുടെ മനോഭാവം നമ്മൾ തിരിച്ചറിഞ്ഞു.
ഇനി എങ്ങനെയാണ് ഞാൻ യേശുവിൻ്റെ പിറവി തിരുനാളിനോട് പ്രതികരിക്കുക? ലോകരക്ഷകനായ മിശിഹായുടെ ജനന തിരുനാൾ നാളെ കൊണ്ടാടുമ്പോൾ, അവൻ നമുക്കായി പിറവിയെടുക്കുമ്പോൾ, ആ രക്ഷകനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ തക്ക ഒരുക്കം എൻ്റെ ജീവിതത്തിൽ ഞാൻ നടത്തിയിട്ടുണ്ടോ? ഒറ്റ ചോദ്യമേ ഉള്ളൂ. എൻ്റെ ജീവിതം ഒരു ബ്ലെസ്സിങ് ആണോ? ഇസ് ഐ ആം എ ബ്ലെസ്സിങ് ടു അതേഴ്സ് ഓർ ഐ ആം എ കേഴ്സ് ടു അതേഴ്സ്? എൻ്റെ ജീവിതം എൻ്റെ കൂടെയുള്ളവർക്ക്, എൻ്റെ ഒപ്പമുള്ളവർക്ക്, എന്നോട് കൂടെ ചേർന്ന് നടക്കുന്നവർക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറുന്നുണ്ടോ? അതോ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്നത് ഈ വ്യക്തി എന്ത് ശപിക്കപ്പെട്ട വ്യക്തിയാണ്, ഈ വ്യക്തിയുടെ സാന്നിധ്യം എന്തൊരു അസ്വസ്ഥതയാണ് നൽകുന്നത്? ക്രിസ്മസ് നാളുകൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇത് തന്നെയാണ്. യേശു പുൽക്കൂട്ടിൽ ജാതനാകുന്നതിനേക്കാൾ ഉപരി എൻ്റെ ഹൃദയത്തിൽ പിറവിയെടുക്കുമ്പോൾ ക്രിസ്തു ഒരു അനുഗ്രഹമായിട്ട് മാറുമ്പോൾ, അവനെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് നൽകുമ്പോൾ, എൻ്റെ ജീവിതം അനേകർക്ക് ക്രിസ്തുവിൻ്റെ സ്മരണ ഉണർത്തുന്നതായി മാറുന്നുണ്ടോ? അതോ വെറും ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലും മാത്രം ഒതുങ്ങി ക്രിസ്മസിനെ ഒരു ഉത്സവ ചുകയോടെ കാണാനാണോ നമുക്കിഷ്ടം? അവൻ പുൽക്കൂട്ടിൽ പിറന്നോട്ടെ, ഞാൻ ഇവിടെ ആസ്വദിക്കും എന്ന ചിന്തയിൽ നിന്ന് മാറി ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിക്കാം. ഇപ്പോൾ ആകാശങ്ങൾ, നക്ഷത്രങ്ങൾക്ക് എന്ത് പ്രഭയാണ്, എന്തൊരു വർണ്ണമാണ്, എന്തൊരു വെളിച്ചമാണ്. പ്രകാശത്തിൻ്റെ ഉത്സവമാണ് ക്രിസ്മസ്. മറ്റുള്ളവരെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ തക്ക ഒരു നക്ഷത്ര ശോഭ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ പിറവിത്തിരുന്നാൾ അത്ഭുതമായി മാറും. നിന്റെ കുടുംബത്തിലും രക്ഷ കൈവരും. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ അവനെ നോക്കിയവർ പ്രകാശിതരായി. എൻ്റെ കൂടെയുള്ളവർ, എൻ്റെ തൊട്ടടുത്തിരിക്കുന്നവർ, എന്നോടൊപ്പം ഒരു അത്താഴമേശ പങ്കിടുന്നവർക്കൊക്കെ പ്രകാശത്തിൻ്റെ ഒരു മിന്നാമിനുങ്ങ് വെട്ടമെങ്കിലും കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് ക്രിസ്മസ് നാളുകളൊക്കെ യേശുവിൻ്റെ ജന്മത്തിരുനാളെന്ന് ഹൃദയം കൊണ്ട് ലോകത്തോട് ഏറ്റുപറയാനായിട്ട് സാധിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾക്ക് കൂട്ടായി നീ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഞങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയുമായിട്ട് ഞങ്ങളുടെ ഒപ്പമായിരിക്കുമ്പോൾ, ഞങ്ങളും നിന്നോട് കൂടെയായിരിക്കുവാൻ, നിന്റെ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുവാൻ അനുഗ്രഹിക്കണമേ. ഏവർക്കും യേശുവിൻ്റെ പിറവിത്തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു. ഈ ക്രിസ്മസ് ആഘോഷമല്ല, അഭിഷേകമുള്ള അനുഗ്രഹത്തിൻ്റെ ദിനമായി മാറട്ടെ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈശോയുടെ തിരുപ്പിറവിക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ അടുത്ത നിമിഷങ്ങളിലേക്ക്, മണിക്കൂറുകളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഈ ലോകം മുഴുവനെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുവാൻ, ഈ ലോകം മുഴുവൻ്റെയും പാപഭാരങ്ങൾ ഏറ്റെടുക്കുവാൻ, സങ്കടത്തിലും ദുഃഖത്തിലും നിരാശയിലും കഴിയുന്നവർക്ക് പ്രത്യാശയുടെ പുതുവെളിച്ചം പകരുവാൻ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച കർത്താവായ യേശുവിൻ്റെ തിരുപ്പിറവിക്ക് വേണ്ടി പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ഒരുങ്ങുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ജീവിതങ്ങളെയും എല്ലാം കർത്താവായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഉയർത്താം. ജീവനുള്ള ദൈവത്തിലേക്ക് നോക്കി അവൻ്റെ നാമം വിളിച്ച് നമുക്ക് അനുഗ്രഹീതരാകാം. ദൈവത്തിൻ്റെ വചനം നമുക്ക് ഇപ്രകാരം വെളിപ്പെടുത്തി നൽകുന്നു: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. അതേ പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും തൻ്റെ പ്രിയപുത്രനെ, ഏകപുത്രനെ നൽകാൻ തക്കവിധം അത്രയധികമായി സ്നേഹിക്കുന്ന ആ നല്ല ദൈവത്തിലേക്ക് നമ്മുടെ വിശ്വാസ കണ്ണുകളെ ഉയർത്തി
നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തി ഈ നിമിഷങ്ങളിൽ നമുക്ക് ആരാധിക്കാം. ദൈവമായ കർത്താവിന് സ്തുതിയുടെ കൃതജ്ഞതയുടെ അധരഫലങ്ങൾ നമുക്കൊന്ന് ഏർന്നർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് കടന്നു വന്ന് ആത്മാവിനെ തഴുകി ഉണർത്തുവാൻ, ദൈവത്തിൻ്റെ കൃപാതിരേകം കൊണ്ട് നമ്മളെ നിറയ്ക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ വരദാനങ്ങളാൽ നമ്മൾ നിറയപ്പെടുവാൻ, ഹൃദയം തുറന്ന് മനം തുറന്ന് നമുക്ക് ജീവനുള്ള ദൈവമായ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം, പാടി സ്തുതിക്കാം. ലോകത്തിൻ്റെ രക്ഷയ്ക്കായി മന്നിതിൽ വന്നു പിറന്നവനെ, വഴിയും സത്യവുമായവനെ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഗാനത്തോട് ഗാനവരികളോട് ചേർന്ന് ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ, മനസ്സുകളെല്ലാം ദൈവത്തിലേക്ക് ഉയർത്തി നമുക്ക് അവിടുത്തെ പാടി സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാം. സ്തുതിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു, യേശുവേ ഞങ്ങൾ സ്തുതിക്കുന്നു. വാഴ്ത്തുന്നു ഞങ്ങൾ വാഴ്ത്തുന്നു, രക്ഷക ഞങ്ങൾ വാഴ്ത്തുന്നു. സ്തുതിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു, യേശുവേ ഞങ്ങൾ സ്തുതിക്കുന്നു. വാഴ്ത്തുന്നു ഞങ്ങൾ വാഴ്ത്തുന്നു, രക്ഷക ഞങ്ങൾ വാഴ്ത്തുന്നു. സ്തുതിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു, യേശുവേ ഞങ്ങൾ സ്തുതിക്കുന്നു. വാഴ്ത്തുന്നു ഞങ്ങൾ വാഴ്ത്തുന്നു, രക്ഷക ഞങ്ങൾ വാഴ്ത്തുന്നു. സ്തുതിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു, യേശുവേ ഞങ്ങൾ സ്തുതിക്കുന്നു. വാഴ്ത്തുന്നു ഞങ്ങൾ വാഴ്ത്തുന്നു, രക്ഷക ഞങ്ങൾ വാഴ്ത്തുന്നു. നമ്മെ തന്നെ പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവം ചൊരിയുന്ന എണ്ണമറ്റ കൃപകളെ, ദാനങ്ങളെ, അനുഗ്രഹങ്ങളെ എല്ലാം ഓർത്ത് നമുക്ക് ദൈവമായ കർത്താവിന് സ്തോത്രം ആലപിക്കാം. വചനം പറയുന്നു, കൃതജ്ഞതയായിരിക്കട്ടെ ദൈവമായ കർത്താവിന് നീ അർപ്പിക്കുന്ന ബലി. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തെ ഓർത്ത് കൃതജ്ഞതയുള്ള ഹൃദയത്തോടെ നമുക്ക് അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. എന്റെ ഉള്ളിൽ വാണിടാൻ അപ്പമായി തീർന്നവനെ, ദിവ്യകാരുണ്യനാഥന്റെ സ്നേഹമോർത്തു സ്തുതിക്കുന്നു. എന്റെ ഉള്ളിൽ വാണിടാൻ അപ്പമായി തീർന്നവനെ, ദിവ്യകാരുണ്യനാഥനെ സ്നേഹമോർത്തു സ്തുതിക്കുന്നു. എന്റെ ഉള്ളിൽ വാണിടാൻ അപ്പമായി തീർന്നവനെ, ദിവ്യകാരുണ്യനാഥന്റെ സ്നേഹമോർത്തു സ്തുതിക്കുന്നു. എന്റെ ഉള്ളിൽ വാണിടാൻ അപ്പമായി തീർന്നവനെ, ദിവ്യകാരുണ്യനാഥനെ സ്നേഹമോർത്തു സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു, യേശുവേ ഞങ്ങൾ സ്തുതിക്കുന്നു. വാഴ്ത്തുന്നു ഞങ്ങൾ വാഴ്ത്തുന്നു, രക്ഷക ഞങ്ങൾ വാഴ്ത്തുന്നു. സ്തുതിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു, യേശുവേ ഞങ്ങൾ സ്തുതിക്കുന്നു. വാഴ്ത്തുന്നു ഞങ്ങൾ വാഴ്ത്തുന്നു, രക്ഷക ഞങ്ങൾ വാഴ്ത്തുന്നു. നമ്മെ തന്നെ പൂർണ്ണമായും ദൈവത്തിൻ്റെ പരിശുദ്ധ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതങ്ങളെ ആത്മാവിൽ ശക്തിപ്പെടുത്തുന്നവനാണ് ദൈവമായ കർത്താവ്. അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ പുതുജീവൻ കൊണ്ട്, ശക്തി കൊണ്ട് നമ്മൾ നിറയപ്പെട്ടവരാകും. യാഗതമാകുന്ന യേശുവിൻ്റെ തിരുപ്പിറവി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആനന്ദമാകുവാൻ, സന്തോഷമാകുവാൻ, പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഏറ്റെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് നമുക്ക് പാടി സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം. നിത്യവും സഹായിക്കാൻ ആത്മാവിനെ തന്നവനെ, നിത്യതയിൽ ചേർത്തിടാൻ വീണ്ടും തിരികെ വരുന്നവനെ. നിത്യവും സഹായിക്കാൻ ആത്മാവിനെ തന്നവനെ, നിത്യതയിൽ ചേർത്തിടാൻ വീണ്ടും തിരികെ വരുന്നവനെ. നിത്യവും സഹായിക്കാൻ ആത്മാവിനെ തന്നവനെ, നിത്യതയിൽ ചേർത്തിടാൻ വീണ്ടും തിരികെ വരുന്നവനെ. നിത്യവും സഹായിക്കാൻ
സ്തുതിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു യേശുവേ ഞങ്ങൾ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഞങ്ങൾ വാഴ്ത്തുന്നു രക്ഷക ഞങ്ങൾ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു യേശുവേ ഞങ്ങൾ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഞങ്ങൾ വാഴ്ത്തുന്നു രക്ഷക ഞങ്ങൾ വാഴ്ത്തുന്നു. നമ്മെ തന്നെ പൂർണ്ണമായും ദൈവമായ കർത്താവിലേക്ക് ഉയർത്താം. നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങൾ, വേദനകൾ, ഭാരങ്ങൾ, സങ്കടങ്ങൾ എല്ലാം ജീവിക്കുന്ന കർത്താവായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവ ദൈവമായിരുന്നെങ്കിലും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം ധരിച്ച് കാലികൾ വസിക്കുന്ന, ചാണകം മണക്കുന്ന ഒരു കാലിത്തൊഴുത്തിൻ്റെ ഇല്ലായ്മയിലേക്ക് ജീവനുള്ള ദൈവം ചെറുതായി ഇറങ്ങി വന്നത് പ്രിയമുള്ള മക്കളെ, നാം ഓരോരുത്തർക്കും വേണ്ടിയാണ്. ഈ ലോകം മുഴുവനും വേണ്ടിയാണ്. നാം ദൈവത്തിൻ്റെ അനുഗ്രഹമാകുവാൻ വേണ്ടിയാണ്. സ്വർഗത്തിൻ്റെ മഹിമ വിട്ട് ഈ ഭൂമിയോളം താഴ്ന്നിറങ്ങി മനുഷ്യരായ നമ്മുടെ ഇടയിൽ എമ്മാനുവേലായി വന്നു വസിച്ച രക്ഷകനായ കർത്താവിലേക്ക് വിശ്വാസ കണ്ണുകളെ തുറന്നു നോക്കി നമുക്ക് അവനിൽ നമ്മുടെ ദൈവത്തെ കണ്ട് അവിടുത്തെ ആരാധിക്കാം. അവിടുത്തെ പരിശുദ്ധ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ലോകത്തിന്റെ രക്ഷയ്ക്കായി കാലിത്തൊഴുത്തിൽ പിറന്നവനെ വഴിയും സത്യവുമായവനെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ലോകത്തിന്റെ രക്ഷയ്ക്കായി കാലിത്തൊഴുത്തിൽ പിറന്നവനെ വഴിയും സത്യവുമായവനെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു യേശുവേ ഞങ്ങൾ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഞങ്ങൾ വാഴ്ത്തുന്നു രക്ഷക ഞങ്ങൾ വാഴ്ത്തുന്നു. സ്തുതിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു യേശുവേ ഞങ്ങൾ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഞങ്ങൾ വാഴ്ത്തുന്നു രക്ഷക ഞങ്ങൾ വാഴ്ത്തുന്നു. സ്തുതിക്കുന്നു ഞങ്ങൾ ജീവിതങ്ങളെ ഉയർത്തി ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന് ജീവിക്കുന്ന സാന്നിധ്യത്തെ, നമ്മുടെ കൂടെ നിത്യം വസിക്കുന്നവനെ, എമ്മാനുവേലായ ദൈവത്തെ വിശ്വാസ കണ്ണുകളാലെ തിരിച്ചറിഞ്ഞ് നമുക്ക് അവിടുത്തെ ആരാധിക്കാം, നമുക്ക് അവിടുത്തെ സ്തുതിക്കാം, അവിടുത്തെ പരിശുദ്ധ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവമേ, ലോകത്തിൽ മനുഷ്യനായി വന്ന് അവതരിച്ച ഞങ്ങളുടെ യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അവിടുന്നാണ് ഏകരക്ഷകൻ, അവിടുന്നാണ് ലോകരക്ഷകൻ. ഓ കർത്താവേ, ഞങ്ങളെ വീണ്ടെടുക്കുവാൻ, ഞങ്ങളെ ദുഃഖ നിരാശയിൽ നിന്ന് വിടുവിക്കുവാൻ, സന്തോഷത്തിന് പുത്തൻ അനുഭവം നൽകുവാൻ, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാകുവാൻ ഈ ഭൂമിയിൽ അവതരിച്ചവനെ ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശിവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. ലോകം മുഴുവനോട് ചേർന്ന്, ജനകോടികളോട് ചേർന്ന് ഓ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശിവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ശിവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലോകത്തിന്റെ രക്ഷയ്ക്കായി കാലിത്തൊഴുത്തിൽ പിറന്നവനെ വഴിയും സത്യവുമായവനെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. നമ്മെ തന്നെ പൂർണ്ണമായും ഈശോയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും കത്തോലിക്ക തിരുസഭ മുഴുവനെയും ഈ ക്രിസ്മസ് നാളിൽ കർത്താവിൻ്റെ പരിശുദ്ധ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം, അവിടുത്തെ സമാധാനം, അവിടുത്തെ സന്തോഷം നാം എല്ലാവരുടെ ജീവിതത്തിൻ്റെ അനുഭവമായി മാറുവാൻ ദൈവമേ, കർത്താവെ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ഈ നിമിഷങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവൻ്റെ നാമം നമുക്ക് വാഴ്ത്തി പ്രകീർത്തിക്കാം. ജീവനേകും ദൈവമേ, ജീവിക്കും ദൈവത്തിൻ പുത്രനേ, നന്ദി നിറഞ്ഞ ഹൃദയമോടെ
സ്വരമുയർത്തി സ്തുതിക്കുന്നു. ജീവനേകും ദൈവമേ, ജീവിക്കും ദൈവത്തിൻ പുത്രനെ, നന്ദി നിറഞ്ഞ ഹൃദയമോടെ സ്വരമുയർത്തി സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു യേശുവേ, ഞങ്ങൾ സ്തുതിക്കുന്നു. വാഴ്ത്തുന്നു ഞങ്ങൾ വാഴ്ത്തുന്നു, രക്ഷക ഞങ്ങൾ വാഴ്ത്തുന്നു. സ്തുതിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു യേശുവേ, ഞങ്ങൾ സ്തുതിക്കുന്നു. വാഴ്ത്തുന്നു ഞങ്ങൾ വാഴ്ത്തുന്നു, രക്ഷക ഞങ്ങൾ വാഴ്ത്തുന്നു. യേശുവേ നന്ദി. ആരാധന 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 യേശുവേ. ഹല്ലേലൂയ. ഓ ജീവിക്കുന്ന ദൈവമേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ലോകത്തിന്റെ രക്ഷയ്ക്കായി കാലിത്തൊഴുത്തിൽ പിറന്നവനെ, വഴിയും സത്യവുമായവനെ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ലോകത്തിന്റെ രക്ഷയ്ക്കായി കാലിത്തൊഴുത്തിൽ പിറന്നവനെ, വഴിയും സത്യവുമായവനെ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. Praise the Lord. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ തിരുപ്പിറവിക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളിലും മണിക്കൂറുകളിലും നമ്മളായിരിക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ ദൈവത്തിൻ്റെ ദിവ്യമായ സ്വരത്തിന്, അവിടുത്തെ ദിവ്യ സ്നേഹാനുഭവത്തിനായി നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആഗതമാകുന്ന വിരുന്നിൻ്റെ ദിവ്യ നിമിഷങ്ങളെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് എതിരേൽക്കാം. ദൈവസ്വരത്തിനായി നമുക്ക് കാതോർക്കാം.